നമ്മളിപ്പോൾ ഉള്ളത് കോക്കാട് മുച്ചിലോട്ട് ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുന്നതിൻ്റെ കലാപരിപാടികൾ നടക്കുന്നിടത്താണ്. ഇന്നിവിടെ അരങ്ങേറാൻ വേണ്ടി പോകുന്നത് ഡ്രമാറ്റിക് വിൽക്കലാമേളയാണ്. കുന്നുംപുറം ദേശീയ കലാസമിതി വില്ലടിച്ചാമ്പാട്ട് രംഗത്ത് 2000 വേദികളിൽ അവർ പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവതരിപ്പിക്കുന്ന വിൽക്കലാമേള പാലന്തായി കണ്ണൻ 600ാമത്തെ വേദിയിലാണ് ഇപ്പോൾ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ വിശേഷങ്ങൾ നമുക്ക് നെറ്റ്വർക്കിന്റെ പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി സ്റ്റേജിൽ കാണാം. എന്തായാലും 2000-ൽ പരം വേദികളിൽ ഇവർ പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ഒരു നാടിന്റെ ചരിത്രം കൂടിയാണ് ഈ ഗ്രാമീണ വായനശാല എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം നൽകുന്ന, കലാപരിപാടിക്ക് നേതൃത്വം നൽകുന്ന മുൻ പഞ്ചായത്ത് സെക്രട്ടറി കൂടിയായിരുന്ന ശ്രീ ചന്ദ്രേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം ചന്ദ്രേട്ടൻ. കുന്നുംപുറം ദേശീയ കലാസമിതിയുടെ നേതൃത്വത്തിൽ ഇതേപോലെ ഒരുപാട് കലാകാരന്മാരെ ഉൾപ്പെടുത്തി കേരളത്തിനകത്ത് അങ്ങോളം ഇങ്ങോളം പരിപാടികൾ അവതരിപ്പിച്ച് നമ്മൾ ഇന്ന് ഈ വേദിയിൽ പാലന്തായി കണ്ണൻ 600-ൽ പരം വേദികൾ പിന്നിട്ട് ഈ വേദിയിൽ അവതരിപ്പിക്കുകയാണ്. തീർച്ചയായും ഇത് വലിയൊരു സന്തോഷത്തിൻ്റെ ഭാഗമാണ്. ഒരു ഗ്രാമീണ കൂട്ടായ്മയാണ്. കുന്നുംപുറം ദേശീയ കലാസമിതി 1963 രൂപം കൊണ്ടതിന് ശേഷം 90ഓടുകൂടിയാണ് കലാട്രൂപ്പ് രൂപീകരിച്ചത്. ആ കലാട്രൂപ്പിൽ നിന്ന് വിവിധ വിൽക്കലാമേളകളും സംഗീത ശില്പങ്ങളും തെരുവ് നാടകങ്ങളും എല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. 2000-ത്തോളം വേദികളിൽ വിൽക്കലാമേള അവതരിപ്പിച്ചു. ഒരുപക്ഷെ തെയ്യം കഥകളും പുരാണ ഇതിഹാസ കഥകളും അങ്ങനെ മിത്തുകളെല്ലാം ആസ്പദമാക്കിയുള്ള കഥകൾ. നമ്മുടെ കഥകളുടെ പ്രത്യേകത അതാത് കാലത്തെ സാമൂഹിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളും ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആക്ഷേപഹാസ്യങ്ങൾ നടത്തിയിട്ടാണ് നമ്മൾ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ഈ പരിപാടികൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരിപാടി അവതരിപ്പിച്ചാൽ അവിടെ നിന്ന് തന്നെ 3-4 വേദികളിൽ നിന്നും പരിപാടി ബുക്ക് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കലാകാരന്മാരെ സംബന്ധിച്ചും അതുപോലെ തന്നെ കുന്നുംപുറം ദേശീയ കലാസമിതിയെ സംബന്ധിച്ചും നാട്ടുകാരെ സംബന്ധിച്ചെല്ലാം വളരെ അഭിമാനകരമായ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്, ഒരു കലാപ്രവർത്തനമാണ് ഇത് എന്ന് എന്തായാലും പറയാൻ വേണ്ടി കഴിയും. എന്തായാലും ആനുകാലിക സംഭവങ്ങളെ അക്ഷരഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്തുകൊണ്ടാണ് ഈ കലാകാരന്മാർ പരിപാടി അവതരിപ്പിക്കുന്നത്. അവരുടെ പരിപാടി നമുക്ക് കാണാം. അതിനു മുൻപ് മറ്റ് കലാകാരന്മാരോട് കൂടി നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാനുണ്ട്. ഇദ്ദേഹം നമ്മുടെ സുഹൃത്താണ്. ഈ രംഗത്ത് ഒരുപക്ഷെ വിൽക്കലാമേളയിൽ അല്ലെ ഏറ്റവും ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ് താങ്കൾ അല്ലെ. എത്ര കാലമായി ഈ രംഗത്ത്? ഞാൻ ഈ രംഗത്ത് ഈ ചന്ദ്രേട്ടൻ്റെ കൂടെ ഈ 2009-ലാണ് മാർക്കും മക്കളും എന്ന ഡ്രമാറ്റിക് വിൽക്കലാമേളയിൽ അരങ്ങേറ്റം കുറിച്ച്. ഏകദേശം ഇത്രയും വർഷമായി 2009 മുതൽ ഏകദേശം 14 വർഷത്തോളം ഈ കലാസമിതിയുമായി ബന്ധപ്പെട്ട് കുന്നുംപുറം ദേശീയ കലാസമിതിയുമായി ബന്ധപ്പെട്ട് പരിപാടി അവതരിപ്പിച്ചിട്ട് ആദ്യം തന്നെ മാർക്കും മക്കളും അതിനുശേഷം പാലന്തായി കണ്ണൻ പുതുതായി വിഷകണ്ഠൻ എന്ന വിൽക്കലാമേളയിലും ഇതേപോലെ ഒരു കോമഡി വേഷം ചെയ്തുകൊണ്ടിരിക്കും. അന്ന് മുതൽ ഇന്ന് വരെ 9 ഈ വിഷയങ്ങൾ. എന്തായാലും ഈ കോമഡി ചെയ്യുന്ന കലാകാരന്റെ ജോലി എന്താണ് ശരിക്കും ജീവിതത്തിൽ? ഞാൻ പയ്യന്നൂരിൽ ഡെറ്റക്റ്റീവ് ഓഫീസർ സർക്കാർ. എന്തായാലും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ കലാകാരന്മാരായി വൈകുന്നേരം കൂടിച്ചേർന്നത്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചന്ദ്രാടിനോട് ചോദിക്കാം. എന്താണ് പറയാനുള്ളത്? പ്രശസ്തരായ കലാകാരന്മാർ നമുക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ സമയം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷ് ഉദയവർമ്മൻ ഇതിൻ്റെ ഈ നാടകത്തിനാവശ്യമായ എല്ലാ കർട്ടനുകളും തയ്യാറാക്കി. പ്രശസ്തനായ ചിത്രകാരനാണ് അദ്ദേഹം. ക്ഷേത്രകലാ അക്കാദമിയുടെ അവാർഡ് ജേതാവാണ്, വലിയ ശില്പിയാണ്. അപ്പോൾ അദ്ദേഹം എല്ലാം ഇതിന് പിന്നിലുള്ളത് കൊണ്ടാണ് നമുക്ക് എത്രയും പെട്ടെന്ന് സമയങ്ങളും അതുപോലെ തന്നെ ഈ തെയ്യച്ചമങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി പരിപാടി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേജും അതുപോലെ തന്നെ ദീപനിയന്ത്രണം ചെയ്യുന്ന ശ്രീകൃഷ്ണനുണ്ട്. അതുപോലെ മികച്ച നാടൻ പാട്ടുകാരനും അഭിനേതാവുമായിട്ടുള്ള MC പ്രകാശ് നമ്മുടെ കൂടെയുണ്ട്. സന്തോഷ് TV, അങ്ങനെ ഓരോ കലാകാരന്മാരും നമ്മൾ വളരെ ആത്മാർത്ഥമായി ഈ പരിപാടിയോട് സഹകരിക്കുന്നുണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നത്. അതുപോലെ പശ്ചാത്തല സംഗീതത്തിൽ നമ്മുടെ പ്രഗത്ഭനായ ആർട്ടിസ്റ്റ് ജയൻ ഏഴവും നമുക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനെ പ്രഗത്ഭരായ കലാകാരന്മാർ നമ്മുടെ കൂട്ടായ്മയോടെ വലിയ സാമ്പത്തിക ലാഭമോ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ ഈ കൂട്ടായ്മയുടെ ഭാഗമായി അവരെല്ലാം ഇരുന്നുകൊണ്ടാണ് നമുക്ക് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇവരുടെ പരിപാടി വളരെ വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവരുടെ പരിപാടി കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താപം, നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇതുപോലത്തെ 4 എളയപ്പന്മാരുണ്ടെങ്കിൽ ഇന്ത്യ ചൈനനെ കടത്തി വിട്ടു. ജനസംഖ്യന്റെ കാര്യത്തിൽ എളയപ്പനല്ല വളയാപ്പന. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യ സ്ഫോടനം. കുറെ മക്കളും ആളുകളും ഉണ്ടായില്ലെങ്കിലും അന്നത്തെ കാലത്തും ജീവിച്ചിട്ടുള്ളൂ മനുഷ്യന്മാര്. ഉറങ്ങി എണീറ്റപാടെല്ലാരും കണ്ടത്തിലേക്ക് പോയില്ലേ. പട്ടിണിയാണെങ്കിലും